ഹായ്, ഈ സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഓഫറുകളുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ ഓഫർ കിട്ടിയാലും ആ വണ്ടി പിന്നീട് നമുക്കൊരു ഹെഡ് ഏക്കോ ബേർഡനൊക്കെ ആയിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ എടുക്കുന്ന വണ്ടിയല്ല. അത് ഏറ്റവും കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാൻ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നുണ്ടാവുക. പിന്നീട് അത് ഏറ്റവും വലിയ ക്യാഷ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ചാൻസ് ഇന്ന് കണ്ടുവരുന്നുണ്ട്. ആ ക്വാളിറ്റിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ നമ്മുടെ സർവീസ് എഞ്ചിനീയർ നമ്മുടെ കൂടെ ഉണ്ട്. ആള് 9 വർഷമായിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഇനി അദ്ദേഹം പറയുന്നതായിരിക്കും. നമുക്കിപ്പോ ഓൺലൈനിലും മറ്റും ലഭിക്കുന്ന ലോ പ്രൈസ് വണ്ടികൾ വരുന്നുണ്ട്. അത് ഇവിടെ സർവീസിന് വരുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത്തരം വണ്ടികളിൽ വരുന്ന കുറച്ച് ഡിഫോൾട്ടുകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിന്റെ പവർ കുറവ് വരുന്നുണ്ട്. പിന്നെ മാഗ്നറ്റ് വെള്ളം കയറി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തുരുമ്പായിട്ട് വരുന്നുണ്ട്. അത്തരം വണ്ടികളൊക്കെ വൺസ് മോട്ടർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ്മെന്റ് എന്നുള്ള ഓപ്ഷനേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഈവൻ മോട്ടറിന്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ അടക്കം നമുക്കത് സർവീസ് ചെയ്തിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ചാർജേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വളരെ കുറവുള്ള രീതിയിൽ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ചാർജേഴ്സ് ആണ് ഈ ലോ പ്രൈസ് വണ്ടികളിൽ വരുന്നത്. നമുക്ക് വരുന്ന ചാർജേഴ്സിന്റെ ഒരു ക്വാളിറ്റി തന്നെ നോക്കി നോക്കാം. ഈ ലോ പ്രൈസ് വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജേഴ്സ് ഒന്നുകൂടി ലൈറ്റ് വെയിറ്റ് ആവും. അതേപോലെ അതിന്റെ ഉള്ളിലെ കോമ്പണൻസ് ഭയങ്കര കുറവായിരിക്കും. ഈ കോമ്പണൻസ് കുറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കുറയുമ്പോഴാണ് കോമ്പണൻസ് കുറയുക. അത്രയും ചാർജറുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൺസ് ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ തന്നെ റീപ്ലേസ് ചെയ്ത് വേറെ മേടിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കുറച്ച് പ്രൈസ് കൂടി കഴിഞ്ഞാലും മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് വരുന്ന ബാറ്ററിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ബാറ്ററി മിക്കതും ഇപ്പോൾ വരുന്നത് 32H ബാറ്ററിയാണ്. അതും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 7 to 7.5 കിലോ വരെ വെയിറ്റ് വരുന്ന ബാറ്ററീസ് ആണ്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ വരുന്ന വണ്ടികൾക്കൊക്കെ ബാറ്ററി 32H എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് വെയിറ്റ് കുറവായിരിക്കും. പിന്നെ അതിന്റെ മോൾഡിംഗ് ഒന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. കുറച്ചുകൂടി ഫിനിഷ്ഡ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ് നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ വാറണ്ടിയാണ്. ഈ സ്പോട്ടിൽ നിന്ന് വണ്ടി എടുത്തവർക്കറിയാം, നമ്മുടെ വണ്ടിയുടെ സ്വിച്ചസ് തൊട്ട് എല്ലാം നമ്മുടെ വാറണ്ടി കവേർഡാണ്. അത് നമ്മൾ ജസ്റ്റ് വോക്കലി പറഞ്ഞു പോവുകയല്ല, നമ്മളത് വണ്ടി എടുക്കുന്ന ആളുമായിട്ട് അഗ്രിമെന്റിൽ ഡോക്യുമെന്റിൽ സൈൻ ചെയ്ത് ഓരോന്നിന്റെയും വാറണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. കാരണം പിന്നീട് ഒരു ഇഷ്യൂ വരുമ്പോൾ പലപ്പോഴും വണ്ടി എടുത്തവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. വാറണ്ടി ഒക്കെ പറഞ്ഞു പിന്നീട് വണ്ടി നിങ്ങളൊരു സർവീസിനോ മറ്റോ കൊണ്ടുപോകുമ്പോൾ അന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞ ആളല്ല എന്നുള്ള ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അതിനപ്പുറം ഈ സ്പോട്ടിന് എല്ലാം ഡോക്യുമെന്റഡ് ആയിട്ട് വാറണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്നത് ഒരു നോൺ രജിസ്റ്റേർഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിന് ഇന്ത്യയിൽ അതിൻ്റെതായ അപ്രൂവൽസ് ഉണ്ട്. ഐക്കാറ്റ്, എറൈ, അതുപോലെ നെട്രിക്സ് പോലുള്ള ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് സെൻട്രൽ ഏജൻസിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു വണ്ടി വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ അപ്രൂവൽ പേപ്പർ നിങ്ങൾ എടുക്കുന്ന മോഡലിന് വണ്ടിക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ സ്പോട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന കൺട്രോളർ ഏതാണെന്നും ബാറ്ററി ഏതാണെന്നും ചാർജർ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓഫേഴ്സ് മാത്രം നോക്കാതെ വണ്ടിയുടെ ക്വാളിറ്റിയും അതിൻ്റെ സർട്ടിഫിക്കേഷനും ഏറ്റവും നല്ല സർവീസും അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ സ്പോട്ടുമായി ബന്ധപ്പെടുക. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം. ഓക്കെ, യു ആർ ഓൾ വെൽക്കം.